തുടർച്ചയായ 6 ദിവസത്തെ ഇടിവിനു ശേഷം സ്വർണ്ണവില ഉയരുകയാണ്. ആദ്യത്തെ നിലയിലേക്ക് വില കുറയാൻ കാത്തിരിക്കുന്നവരുണ്ടെങ്കിൽ അത് അടുത്ത കാലത്തൊന്നും ഉണ്ടാവില്ലെന്നാണ് വിദഗ്ധരും പറയുന്നത്. പവൻ വില 1,60,000 രൂപയായി ഉയർന്നേക്കുമെന്നും സൂചനകളുണ്ട്. തുടർച്ചയായി 6 ദിവസത്തെ ഇടിവിന് ശേഷം ഫെബ്രുവരി 7-നാണ് സ്വർണ്ണവില വീണ്ടും ഉയർന്നത്. ആഗോള അനിശ്ചിതത്വങ്ങൾക്കിടെ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിന്റെ ഡിമാൻഡ് ഉയർന്നതാണ് ആഗോള വിപണിയിൽ വില ഉയരാൻ കാരണമായതും. ദുർബലമായ US$ വിലയിലെ വലിയ ഇടിവിന് ശേഷമുള്ള വാങ്ങൽ താൽപര്യം എന്നിവയാണ് ഈ മുന്നേറ്റത്തിന് ആക്കം കൂട്ടിയത്. കഴിഞ്ഞ ദിവസം സ്പോട്ട് ഗോൾഡ് 3 മുതൽ 4% വരെ നേട്ടവും രേഖപ്പെടുത്തി. ഭൗമരാഷ്ട്രീയ പിരിമുറുക്കങ്ങളും സ്വർണത്തിന് കരുത്ത് നൽകിയിട്ടുണ്ട്. ഒമാനിൽ നടന്ന US-ഇറാൻ ചർച്ചകൾ താൽക്കാലിക ആശ്വാസം നൽകിയെങ്കിലും വ്യാപകമായ അപകട സാധ്യതകൾ പൂർണ്ണമായും ഒഴിഞ്ഞിട്ടില്ല. US സമ്പദ് വ്യവസ്ഥയിലെ മാന്ദ്യ സൂചനകളും മഞ്ഞ ലോഹത്തിന് അനുകൂലമായിരുന്നു. ദുർബലമായ തൊഴിൽ ഡാറ്റ ഫെഡറൽ റിസർവ് പലിശ കുറയ്ക്കുമെന്ന പ്രതീക്ഷകൾക്ക് ഊന്നൽ നൽകിയിരുന്നു. ഇത് യഥാർത്ഥ വരുമാനം കുറയ്ക്കുകയും മൂല്യമില്ലാത്ത ആസ്തി എന്ന നിലയിൽ സ്വർണത്തിന്റെ ആകർഷണീയത വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഇന്ത്യൻ സാഹചര്യത്തിൽ ആഗോള പ്രവണതകളും രൂപയുടെ മൂല്യവുമാണ് സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത്. ഇന്നലെ രൂപയുടെ മൂല്യം ഇടിഞ്ഞു, സ്വർണ്ണവില കുതിക്കുകയും ചെയ്തു. കേരളത്തിൽ ഇന്നലെ ഗ്രാമിന് 265 രൂപ കൂടി 14,355 രൂപയിലുമെത്തി. പവൻ വില 2,120 രൂപയാണ് വർദ്ധിച്ചത്. 1,14,840 രൂപയിലാണ് സ്വർണ്ണവില. 2026 അവസാനത്തോടെ സ്വർണ്ണവില 1 ഔൺസിന് $6,300 ആകുമെന്നാണ് JP മോർഗനും പ്രവചിച്ചത്. മറ്റ് ആഗോള ബാങ്കുകളും സമാനമായ ശുഭാപ്തി വിശ്വാസമാണ് പങ്കുവയ്ക്കുന്നത്. നേരത്തെ $5,000 പ്രവചിച്ചിരുന്ന UBS തങ്ങളുടെ വില ലക്ഷ്യമുയർത്തി. $6,200 വില ഉയരുമെന്നാണ് പ്രവചനം. ശക്തമായ നിക്ഷേപ ആവശ്യകത സ്വർണത്തിന്റെ വില അപ്രതീക്ഷിതമായ ഉയരങ്ങളിലേക്ക് നയിക്കുമെന്നാണ് ഇവർ പറയുന്നത്. അതേസമയം US ഇടക്കാല തിരഞ്ഞെടുപ്പിന് ശേഷം 2026 അവസാനത്തോടെ വില $5,900 കുറയാനുള്ള സാധ്യതയും അവർ തള്ളിക്കളയുന്നില്ല. കഴിഞ്ഞ 6 ദിവസത്തിനിടെ മൊത്തത്തിൽ 5,000 മുതൽ 6,000 രൂപയുടെ കുറവായിരുന്നു കേരളത്തിൽ രേഖപ്പെടുത്തിയത്. ഫെബ്രുവരി 1-ന് 1,17,760 രൂപയിലായിരുന്നു വില. 2-ന് രാവിലെ 1,11,120 രൂപയായി കുത്തനെ ഇടിഞ്ഞു. വൈകുന്നേരം 1,09,920 രൂപയിലേക്ക് വീണ്ടും താഴ്ന്നെങ്കിലും രാത്രിയോടെ 1,12,320 രൂപയായി ഭാഗികമായി വർദ്ധിച്ചു. ഫെബ്രുവരി 3-ന് രാവിലെ 1,11,280 രൂപയിൽ തുടങ്ങിയ സ്വർണം വൈകിട്ട് 1,12,880 രൂപയായി നേരിയ തോതിൽ ഉയർന്നു. ഫെബ്രുവരി 4-ന് ശക്തമായ ഒരു കുതിച്ചുചാട്ടമാണ് വിലയിൽ രേഖപ്പെടുത്തിയത്. രാവിലെ 1,17,720 രൂപയിലെത്തി. വൈകിട്ട് 1,16,920 രൂപ വീണ്ടും നേരിയ തോതിൽ കുറഞ്ഞു. 5-ന് പക്ഷേ വില കൂപ്പുകുത്തി. പവൻ നിരക്ക് 1,13,240 രൂപയായി. 6-ാം തീയതി രാവിലെ 1,11,720 രൂപയും വൈകുന്നേരം 1,12,720 രൂപയുമാണ് വിലയിൽ രേഖപ്പെടുത്തിയത്. സ്വർണ്ണവില പഴയപടി കുറയാൻ കാത്തിരിക്കുന്നവർക്ക് ഒരു ഉപദേശമുണ്ട്. സ്വർണ്ണവില ഇനി കുറയാൻ പോകുന്നില്ല. കുറഞ്ഞാലും 1,00,000-ന് താഴെ എത്തില്ലെന്നാണ് വിദഗ്ധരടക്കം സൂചിപ്പിക്കുന്നത്. സ്വർണ്ണവില 1,60,000 വരെ ഉയർന്നേക്കാമെന്നുള്ള സൂചനയുമാണ് പുറത്തുവരുന്നത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.